ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. വിജനമായ ആ റോഡിലൂടെ വേഗം നെഞ്ചോടടക്കി അവൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു. ചുറ്റുമുള്ള കൂരിരുട്ടോ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളും അവളെ പേടിപ്പെടുത്തിയില്ല. എങ്ങനെയെങ്കിലും ഈ നശിച്ച നാട്ടിൽ നിന്നും ആരുടെയും കണ്ണെത്താത്തൊരിടത്തേക്ക് പോകണമെന്നായിരുന്നു. അപ്പോഴേക്കും തൻ്റെ പ്രാണനായ അവൻ്റെ മുഖം അവളുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നതും അവളുടെ ഉള്ളം വിങ്ങി. വിശപ്പും ദാഹവും അവളെ തളർത്തിയെങ്കിലും ചുറ്റുമുള്ള വിജനമായിടം ഉള്ളിൽ ഭയം മുളപ്പിക്കാൻ തുടങ്ങിയതും അവളുടെ കാലുകളുടെ വേഗത കൂടി. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും റോഡിന്റെ നടുവിൽ വിലങ്ങനെ നിർത്തിയിരിക്കുന്ന മഹീന്ദ്രയുടെ താറ് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ കണ്ടതും അവളുടെ ഉള്ളിൽ പേടി നിറഞ്ഞു. അപ്പോഴേക്കും ആ താറിന്റെ ബോണറ്റിലിരുന്ന രൂപം അവളെ കണ്ടതും നിലത്തേക്ക് ചാടിയിറങ്ങി കയ്യിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് നിലത്തേക്കിട്ട് കാലുകൊണ്ട് ചവിട്ടി ഞെരച്ച് ഉടുത്തിരിക്കുന്ന മുണ്ടും മടക്കി കുത്തി വലത്തെ കയ്യിൽ ഇടിപാളെ ഒന്നുകൂറം മുറുക്കി മീശയൊന്ന് പിരിച്ചു വെച്ച് അവളുടെ അടുത്തേക്ക് നടന്നു. ഇരുളിൽ നിന്ന് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ തനിക്ക് നേരം നടന്നു വരുന്നവന്റെ മുഖം കണ്ടതും അവളുടെ ദേഹത്ത് വിറയിൽ പടർന്നു. അവനെ കണ്ടതും പതിയെ അവളുടെ അതിരങ്ങൾ ഉരുവിട്ടു. ആരുടെ കയ്യിൽ നിന്നാണോ ഓടി ഒളിക്കാൻ നോക്കിയത് അവന്റെ കയ്യിൽ തന്നെ എത്തിപ്പെട്ടിരിക്കുന്നു. അത് ഓർക്കും തോറും അവളുടെ ദേഹം മുഴുവൻ ഭയം കൊണ്ട് വിറക്കാൻ തുടങ്ങിയിരുന്നു. അവൻ അടുത്തെത്തുന്നതിന് മുമ്പായി അവൾ തൻ്റെ കയ്യിലെ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് തിരിഞ്ഞു ഓടിയതും അവളുടെ ഓട്ടം കണ്ട് അവൻ്റെ ചുണ്ടിൽ ക്രൂരമായ ചിരി പിരിഞ്ഞു. റോഡിന് ഇടതുവശത്തുള്ള ഊടുവഴിയിലൂടെ അവൾ എങ്ങോട്ടൊന്നില്ലാതെ ഓടിയെത്തിയത് ഒരു കാട്ടിലേക്കായിരുന്നു. വിശപ്പും ദാഹവും തളർത്തിയതും അവൾ തളർച്ചയോട് അടുത്ത് കണ്ട മരത്തിൽ ചാരിയെന്ന് കണ്ണുകളടച്ച് കുതിച്ചുയർന്ന ശ്വാസത്തെ പരിധിയിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു കൈ വന്നവളെ പിടിച്ചു വലിച്ച് ആ നെഞ്ചിലേക്കിട്ടത്. പേടിയോടെ അവൾ മുഖമുയർത്തി നോക്കിയതും തീക്ഷ്ണമായ ചുവന്ന കണ്ണുകളും ക്രൂരത നിറഞ്ഞ ചിരിയും കണ്ട് അവളുടെ ഉള്ളം ഭയം കൊണ്ട് വിറച്ചു. എന്നെ വിട് പ്ലീസ്. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരക്കൊണ്ട് പേടിയോടെ പറഞ്ഞതും അവൾ പറഞ്ഞത് കേട്ട് അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഇല്ല അരുഷി, ഈ ജന്മം നിനക്ക് എന്നിന്നൊരു മോചനമില്ല. എൻ്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച നിന്റെ ധൈര്യം അപാരം തന്നെ അരുഷി. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ കയ്യിൽ കിടന്ന് പെടയാൻ തന്നെയാ നിന്റെ വിധി. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളിലുള്ള പിടിമുറുക്കി വീണ്ടും അട്ടഹസിച്ചതും അവൾ പേടിയോടെ വിറച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. ഒരു നിമിഷം അവൻ്റെ തീക്ഷ്ണമായ കണ്ണുകൾ അവളുടെ വിറക്കുന്ന അതിരങ്ങളിൽ എത്തി നിന്നതും അവൻ്റെ കണ്ണുകൾ എന്തോ കിട്ടിയതുപോലെ തിളങ്ങി. അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച ആ അതിരങ്ങളെ അവൻ നുണഞ്ഞെടുത്തു. എത്ര നുണഞ്ഞിട്ടും മതിയാകാത്തതുപോലെ അവളുടെ കീഴ്ചുണ്ടും മേൽചുണ്ടും ആവേശത്തിൽ മാറി മാറി നുണഞ്ഞെടുത്തു. ചുംബനം താങ്ങാൻ കഴിയാതെ അവൾ തളർന്നു വീഴാൻ പോയതും അവൻ അവളെ കൂടുതൽ വരിഞ്ഞു മുറുക്കി ആ നെഞ്ചിലേക്ക് ചേർത്തു. സോ സ്വീറ്റ്, ഐ ലൈക്ക് ഇറ്റ്. അവളുടെ ചുണ്ടിൽ പറ്റിയ ചോരത്തുള്ളികളെ നാവ് കൊണ്ട് തുടച്ചു മാറ്റി വശ്യമായ ചിരിയോടെ അവൻ പറഞ്ഞതും ആ തളർച്ചയിലും അവളുടെ മുഖത്ത് അവനോടുള്ള വെറുപ്പ് നിറഞ്ഞു. പെട്ടെന്ന് അവൻ അവളെടുത്ത് തോളിലേക്ക് ഇട്ടൊപ്പം താഴേക്ക് കിടക്കുന്ന അവളുടെ ബാഗും എടുത്ത് മുന്നോട്ടും നടന്നതും അവൾ തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറിയെങ്കിലും അവൻ്റെ ബലത്തിന് മുന്നിൽ അവൾ തോറ്റുപോയിരുന്നു. അവളെയും എടുത്ത് ജിപ്സിക്ക് അരികിലേക്ക് എത്തിയതും കയ്യിലുള്ള അവളെ അവൻ ജിപ്സിയുടെ കോ ഡ്രൈവ് സീറ്റിലേക്ക് ഇട്ടു. അമ്മേ! മുഖത്തേക്ക് ഇളം ചൂടുവെള്ളം വീണതും അവൾ ഓർക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ് വേഗം മുഖത്ത് വെള്ളം തുടച്ചു മാറ്റി നോക്കിയതും കണ്ടു കയ്യിൽ കപ്പും പിടിച്ച് കരുതുരി നിൽക്കുന്ന വല്യമ്മയെ. പള്ളി ഉറക്കം കഴിഞ്ഞെങ്കിലും വന്ന് പലതും വെച്ചുണ്ടാക്കടി. സ്നേഹിക്കുന്ന നേരത്തെ പോണം നിനക്ക് അറിയില്ലേ? സോറി വല്യമ്മേ, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. നിന്നെ ന്യായവാദം പറയാതെ അടുക്കളയിൽ കയറി വരത് ഉണ്ടാക്കാൻ നോക്കടി. അവളെ നോക്കി ദേഷ്യത്തിൽ അതും പറഞ്ഞ് അവിടെ നിന്ന് പോയതും അവൾ ബെഡിൽ കിടന്ന് തൻ്റെ അമ്മയെ നോക്കി. ഇതൊന്നും അറിയാതെ മരുന്നിൻ്റെ ക്ഷീണം കാരണം നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതും അവൾ വേഗം കിടന്നിരുന്ന പാമടക്കി കട്ടിലിൻ്റെ അടിയിലേക്ക് നീക്കി വെച്ച് ബെഡിൽ കിടന്നുറങ്ങുന്ന അമ്മയുടെ നെറ്റിയിൽ ചുംബിച്ച് ഡ്രസ്സും എടുത്ത് പുറത്തേക്ക് നടന്നു. മരം കോച്ചുന്ന മകരമാസ തണുപ്പിനെ പോലും വകവെക്കാതെ അവൾ ഡ്രസ്സ് മാറ്റി കുളത്തിലെ വെള്ളത്തിൽ കാലിട്ട് പടിക്കട്ടിലിരുന്നു. ഒരു നിമിഷം അവളുടെ ഓർമ്മയിലേക്ക് ഇന്ന് പുലർച്ചെ കണ്ട സ്വപ്നം ഓടിയെത്തി. എൻ്റെ കണ്ണ, എന്താ ഇങ്ങനൊരു സ്വപ്നം? അതോ ചെകുത്താനായി? അല്ലെങ്കിൽ തന്നെ ആ ചെകുത്താനെ ശാലി സഹിക്കാൻ വയ്യ. അവൻ്റെ മുഖം ഓർമ്മയിലേക്ക് വന്നതും അവൾ അവജ്ഞതയോടെ മുഖം തിരിച്ചു. ഇനിയും ഇത് സമയം വൈകിയ വല്യമ്മയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ വേഗം കുളത്തിലേക്ക് ഇറങ്ങി നീന്തി കുളിച്ച് വേഗം ഡ്രസ്സ് മാറ്റി വീട്ടിലേക്ക് ഓടി. ഈ പോയതാണ് നമ്മുടെ നായിക, മാധവന്റെയും മീരയുടെയും ഒരേ ഒരു മകള് ആരുഷിമ മാധവൻ എന്ന ആരു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് മാധവൻ മീരയും സഞ്ചരിച്ചൊരു കാറ് ആക്സിഡന്റിൽ പെടുന്നത്. ആക്സിഡന്റിൽ മാധവൻ മരിച്ചെങ്കിലും മീരയ്ക്ക് അതോടെ കാലുകളുടെ ചലനശേഷി നഷ്ടമായിരുന്നു.
അച്ഛൻ്റെ വേർപാടും അമ്മയുടെ അവസ്ഥയും ആരുവിനെ ഒരുപാട് തളർത്തി. ആ അവസ്ഥ മുതലെടുത്ത് അവൾക്ക് കൂട്ടണമെന്നും പറഞ്ഞ് ആ വീട്ടിൽ കയറി പറ്റിയതാണ് മീരയുടെ സഹോദരി മാലതിയും ഭർത്താവ് ജയനും. മാധവന് ഒറ്റ മകനായത് കൊണ്ട് തന്നെ കുടുംബസ്വത്തെല്ലാം അയാളുടെ പേരിലായിരുന്നു. എന്നാൽ മാലതിയുടെയും ജയന്റെയും കണ്ണാ സ്വത്തിലായിരുന്നു. മാധവന്റെ സകല സ്വത്തിന്റെയും അവകാശി ആരുവാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരാരുവിനെയും വയ്യാതെ കിടക്കുന്ന മീരയും സ്നേഹം നടിച്ച് അവരുടെ വശത്താക്കി പലതും പറഞ്ഞ് പരിച്ച് പതിയെ പതിയെ എല്ലാം അവളുടെ കൈപ്പിടിയിലാക്കി. അതോടെ ആരുവിനെ ആ വീട്ടിലൊരു വേലക്കാരിയാക്കി മാറ്റി. പലപ്പോഴും ആരവർ എതിർത്തുവെങ്കിലും അവളോടുള്ള ദേഷ്യം അവർ വയ്യാതെ കിടക്കുന്ന മീരയെ നോവിച്ചു തീർക്കും. അതോടെ ആരും അവരോടൊന്നും എതിർത്ത് പറയാതെയായി. സങ്കടം വരുമ്പോൾ അവൾ അമ്മ കാണാതെ അച്ഛൻ്റെ ഫോട്ടോ നോക്കി പദം പറഞ്ഞ് കരഞ്ഞും മറ്റും മുതുക്കും. കാരണം അവളുടെ മുഖം വാടി അത് മീരയെ കൂടി നോക്കുമെന്ന് അവൾക്കറിയാം. ഇതിൻ്റെ ഇടയിൽ ആരും ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഡിഗ്രി നല്ല രീതിയിൽ എഴുതിയെടുത്തു. എല്ലാം മാലതിയുടെയും ഭർത്താവിൻ്റെയും കയ്യിലായതും അമ്മക്ക് മരുന്ന് വാങ്ങി കൂടി കഴിയാതെയായതും ആരും മാധവന്റെ ഉറ്റ സുഹൃത്തായ ശങ്കറിന്റെ സഹായത്തോടെ അടുത്തുള്ള പ്രൈവറ്റ് സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗത്തിൽ ടീച്ചറായി കയറി. ആര് വേഗം അടുക്കളയിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്ക് കഴിക്കാനുള്ളതെല്ലാം വേഗത്തിൽ റെഡിയാക്കി ഒരു പ്ലേറ്റിൽ അവൾക്കും അമ്മക്കും കഴിക്കാനുള്ളതെടുത്ത് റൂമിലേക്ക് പോയി. ആര് റൂമിലെത്തുമ്പോൾ മീര ബെഡിൽ ഉണർന്ന കിടപ്പുണ്ടായിരുന്നു. ആഹാ, എണീറ്റോ? ഉണർന്നപ്പം തന്നെ വിളിച്ചുകൂടായിരുന്നോ? കയ്യിലുള്ള പ്ലേറ്റ് ടേബിളിലേക്ക് വെച്ച് മീരക്ക് അടുത്തേക്ക് നടന്നുകൊണ്ട് ആര് ചോദിച്ചു. നിനക്ക് പിടിപ്പത് പണിയുണ്ടാകും, അതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ആര് പറഞ്ഞത് കേട്ട് മീര ചെറു ചിരിയോടെ പറഞ്ഞതും ആരും അമ്മയൊന്ന് കൂർപ്പിച്ച് നോക്കി അവരെ ബെഡിൽ നിന്ന് താങ്ങി പിടിച്ച് വീൽ ചെയറിലിരുത്തി ബാത്റൂമിൽ കൊണ്ടുപോയി ഫ്രഷാക്കി തിരിച്ചു കൊണ്ടുവന്ന് അമ്മക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. വേഗം ഉള്ളതിൽ വെച്ച് നല്ലൊരു ടോപ്പ് എടുത്തിട്ട് മുടി കെട്ടി പൊട്ടും തൊട്ട് ഷോള് പിൻ ചെയ്ത് മീരക്ക് അടുത്ത് പോയിരുന്നു. അമ്മ, ഞാൻ പോയിട്ട് വരാം. വല്യമ്മ മരുന്നും ഭക്ഷണമൊക്കെ എടുത്തു തരുമ്പോൾ മടി കാണിക്കാതെ കഴിക്കണേ. മീരയുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് ആര് പറഞ്ഞു. കഴിച്ചോളാം ഞാൻ. മോള് വേഗം ഇറങ്ങാൻ നോക്ക്, സമയം വൈകണ്ട. തിരിച്ചാരുവിന്റെ നെറുകയിൽ മുത്തിക്കൊണ്ട് മീര പറഞ്ഞതും അവൾ ചിരിയോടെ ടേബിളിലുള്ള ബാഗുമെടുത്ത് തോളിലിട്ട് പുറത്തേക്ക് നടന്നു. ഒന്നും നിന്നേ. ആരിറങ്ങാൻ നേരത്താണ് മാലതി അവളെ പിന്നീന്ന് വിളിച്ചത്. എന്താ വല്യമ്മേ? ആര് തിരിഞ്ഞവരെ സംശയത്തോടെ ചോദിച്ചു. നീ ശ്രേയമോളുടെ ഡ്രസ്സ് അയൺ ചെയ്തില്ലേ? ഇല്ല. ആരവരെ നോക്കാതെ പറഞ്ഞു. എന്തുകൊണ്ട്? അതൊക്കെ അവൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അത് നീ നോക്കണ്ട. നിന്നോട് അവൾ ഇന്നലെ പറഞ്ഞു വെച്ചതല്ലായിരുന്നു. വേഗം പോയി ഡ്രസ്സ് അയൺ ചെയ്യടി. വല്യമ്മേ, എനിക്ക് സമയമില്ല. പിന്നെ വലിയ ഉദ്യോഗത്തിനല്ലേ പോകുന്നത്? ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ നീ ഇവിടുന്ന് പോയാ നിന്റെ തള്ളക്ക് ഞാൻ തുള്ളി വെള്ളം പോലും കൊടുക്കില്ല. ആരുവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് മാലതി പറഞ്ഞതും ആരും അമ്മയോർത്തും പൊട്ടി വന്ന ദേഷ്യം മണപ്പല്ലിൽ കടിച്ചമർത്തി മുകളിലുള്ള ശ്രേയയുടെ റൂമിലേക്ക് പോയി. മാലതിക്ക് 2 മക്കളാണ്. ആദ്യത്തെ ഷാരോൺ, ആൾ ബാംഗ്ലൂരിൽ ഒരു കമ്പനി വർക്ക് ചെയ്യാണ്. പിന്നെയുള്ളത് ശ്രേയ. ശ്രേയ അടുത്തുള്ള കോളേജിൽ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. ശ്രേയക്ക് ആരുവിന് ഇഷ്ടമല്ല. അതിന് കാരണം ആരുവിൻ്റെ സൗന്ദര്യം തന്നെയാണ്. മാലതിയെപ്പോലെ അവളും ആരുവിൻ്റെ തരം കിട്ടുമ്പോഴൊക്കെ ഉപദ്രവിക്കും. പക്ഷേ ഷാരോൺ ആരുവിനെ നല്ല ഇഷ്ടമാണ്. ശ്രേയെ പോലെ ആരും അവന് കുഞ്ഞു പെങ്ങളാണ്. തിരിച്ചാരുവിനും അവന് വലിയ ഇഷ്ടമാണ്. ആര് മുകളിലെ റൂമിലെത്തുമ്പോൾ ശ്രേയ ബെഡിൽ കിടന്ന് ഫോൺ നോക്കുന്നുണ്ട്. ആരുവിനെ കണ്ടതും അവളൊന്ന് പുച്ഛിച്ച് വീണ്ടും ഫോണിൽ നോക്കിയിരിക്കാൻ തുടങ്ങിയതും ആരും ബെഡിലെടുത്ത് വെച്ച ഡ്രസ്സ് വൃത്തിക്ക് അയൺ ചെയ്ത് വെച്ച് ബാഗുമെടുത്ത് വേഗം സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച് നടന്നു. ആരും ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ സ്ഥിരം പോകുന്ന ബസ് പോയിരുന്നു. എൻ്റെ കണ്ണാ, നീ സ്കൂളിലെത്തുമ്പോഴേക്കും വൈകുമല്ലോ. കയ്യിൽ കെട്ടിയ വാച്ചിൽ നോക്കി സ്വയം പറഞ്ഞ് നിരാശയോടെ ഇരിപ്പിടത്തിലിരുന്നു. പെട്ടെന്നാണ് എന്തോ വന്ന് ആരുവിന് മുന്നിലായി വീണത്. തൻ്റെ മുന്നിലായി നിലത്ത് കിടന്ന് പിടയുന്ന ഒരു മധ്യവയസ്കനെ കണ്ടതും ആരും ഇരുന്നിരുന്ന് ചാടി എഴുന്നേറ്റു. കാര്യം അറിയാതെ അവൾ ചുറ്റും നോക്കിയപ്പോൾ കണ്ടു അയാൾക്ക് നേരെ മുണ്ടും മടക്കി കൂത്തി മീശയും പിരിച്ചു വെച്ച് കയ്യിലൊരു വളയും പിടിച്ചു വരുന്ന ചെകുത്താനെ. അവനെ കണ്ടതും ഒരു നിമിഷം രാവിലെ കണ്ട സ്വപ്നം മനസ്സിലേക്ക് ഓടി വന്നതും ആരും വെറുപ്പോടെ മുഖം പിടിച്ച് ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. വേദന കൊണ്ട് നിലത്ത് കിടന്ന് പിടയുന്ന മനുഷ്യനെ സഹതാപത്തോടെ നോക്കി. പെട്ടെന്ന് അവൻ കയ്യിലുള്ള വാള അയാൾക്ക് നേരെ വീശിയതും അയാളുടെ ഉറക്കയുള്ള അലർച്ചയും രക്തവും കൊണ്ട് ആര് പേടിയോടെ ചെവി പൊത്തി പിടിച്ച് കണ്ണിറുകിയടച്ച് ഭിത്തിയോട് ചേർന്ന് നിന്നു. പകയോടെ അവൻ അയാളെ വെട്ടിനുറുക്കി തിരിച്ചു നടക്കാൻ നേരത്താണ് ബസ് സ്റ്റോപ്പിന്റെ ഒരു ഭാഗത്ത് പേടിച്ചു വിറച്ച് നിൽക്കുന്ന ആരുവിനെ അവൻ കണ്ടത്. അവളുടെ പേടി കൊണ്ട് പിറക്കുന്ന കുഞ്ഞു മുഖം കണ്ടതും ചുണ്ടുകളിൽ വശ്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു. കയ്യിലുള്ള രക്തം പുരണ്ട വാള് തറയിലേക്കിട്ട് അവൻ ആരുവിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും അവന്റെ കൂടെയുള്ളവർ തലഞ്ഞമേറ്റ് കിടക്കുന്നവനെ എടുത്ത് വണ്ടിയിലിട്ട് അവിടുന്ന് പോയിരുന്നു. കണ്ണുകൾ ഇറുകിയടിച്ച് ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് പേടിച്ച് പിറച്ച് നിൽക്കുന്നവളെ അവൻ ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കി.
കുഞ്ഞി വട്ടമുഖവും കൂമ്പിയടഞ്ഞ നിറയെ പീലികളുള്ള കണ്ണുകളും കുഞ്ഞി മൂക്കും വിറക്കുന്ന നീളം റോസ് നിറത്തിലുള്ള അതരങ്ങളും കൊണ്ട് ഭംഗിയാർന്ന കുഞ്ഞുമുഖം. അലങ്കാരം എന്ന് പറയാൻ ഇരുപുരുകങ്ങൾക്കുമിടയിൽ കുഞ്ഞു കറുത്ത പൊട്ടും. കട്ടിയുള്ള മുടി വൃത്തിയിൽ ചീകി ക്ലിപ്പിട്ടിട്ടുണ്ട്. കാതിൽ ചെറിയൊരു കമ്മലും കഴുത്തിൽ നേർത്തൊരു ചെയിനും അത്രമാത്രമുള്ള ആഭരണങ്ങളായിട്ട്. അവൻ്റെ കണ്ണുകൾ അവളിൽ ആകമാനം ഓടി നടന്നു. അവസാനം അവളുടെ വിറക്കുന്ന ചുണ്ടുകളിലെത്തി നിന്നു. തൻ്റെ മുന്നിൽ ആരോ വന്നു നിൽക്കുന്ന പോലെ തോന്നി മിഴികൾ തുറന്ന് നോക്കിയതും ആര് ദേഷ്യത്തിൽ അവനിൽ നിന്ന് ഓട്ടം മാറ്റി അവിടെ നിന്ന് നടന്നു. അവളുടെ പ്രവൃത്തി കണ്ട് ദേഷ്യം വന്നവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തന്നെ നെഞ്ചിലേക്കിട്ട് ആരുവിൻ്റെ ഇടുപ്പിലൂടെ കൈ ചുറ്റി ചേർത്ത് പിടിച്ചു. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഈ ചാനലിൽ വീണ്ടും സ്റ്റോറി തുടങ്ങാട്ടോ. കൂടെ ഉണ്ടാവണം. സ്നേഹപൂർവ്വം സാലിം കരുളായി.